ഹലോ ഫ്രണ്ട്സ്, പ്ലാന്റേ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സ് ആയിട്ടാണ്. നമുക്ക് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഒരു 4-5 വെറൈറ്റിയോളം പ്ലാന്റ്സ് ആണ്. അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. പ്ലാന്റ്സിന്റെ സൈസും റേറ്റ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പൊ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് അഗ്ലോണിമ പ്ലാന്റ്സോ ആയിട്ടാണ്. ഈ പ്ലാന്റ്സ് എല്ലാം മദർ പ്ലാന്റ്സിൽ നിന്ന് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണ്. വെൽ റൂട്ടഡ് ആയിട്ടുള്ളതും ഇതേപോലത്തെ കുഞ്ഞ് ബ്ലാക്ക് പോട്ടിലുമാണ് പ്ലാന്റ്സ് വന്നിരിക്കുന്നത്. എല്ലാം നല്ല മെച്ചുവർ പ്ലാന്റ്സും ആണ്. അതേപോലെ തന്നെ നമ്മൾ മദർ പ്ലാന്റ്സിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് മദർ പ്ലാന്റ്സിന്റെ എല്ലാ തരത്തിലുള്ള ക്വാളിറ്റിയും ഉള്ള ടൈപ്പ് അഗ്ലോണിമ പ്ലാന്റ്സ് ആണ്. പിന്നെ എടുത്തു പറയാനായിട്ടാണെങ്കിൽ നമുക്ക് ഈ അഗ്ലോണിമ പ്ലാന്റ്സ് ഈ വീഡിയോയിൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും പ്ലാന്റ്സ് മാത്രമാണ് നമുക്ക് ഈ സെക്ഷനിൽ വന്നിട്ടുള്ളത്. ഇത്രയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ കൊടുക്കുന്ന നമ്പറിലേക്ക് അയച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ എല്ലാ വീഡിയോയിലും എടുത്ത് പറയുന്ന പോലെ തന്നെ നമ്മൾ പ്ലാന്റ്സ് വേണ്ടവർ ഓർഡർ കൺഫേം ചെയ്ത് പേയ്മെന്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നവർക്കായിരിക്കും മുൻഗണന. അപ്പം നിങ്ങൾ പ്ലാന്റ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ട് ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടണമെന്നില്ല. കാരണം പേയ്മെന്റ് ഫസ്റ്റ് ആര് ചെയ്യുന്നു അവർക്കായിരിക്കും മുൻഗണന. അപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് റെഡി ആയിട്ടിരുന്നു. ഞാൻ പ്ലാന്റ്സ് എല്ലാം പെട്ടെന്ന് കാണിച്ചു പോകാം. പിന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സിന് എല്ലാത്തിനും റേറ്റ് വരുന്നത് 230 രൂപയാണ് കേട്ടോ. ഏത് പ്ലാന്റ് എടുത്താലും റേറ്റ് വരുന്നത് 230 വരെയാണ്. വെറൈറ്റിക്ക് അനുസരിച്ചിട്ട് ചേഞ്ച് ഒന്നുമില്ല റേറ്റിന്. പിന്നെ ഈ പ്ലാന്റ് എല്ലാം ഈ ബ്ലാക്ക് പോട്ടിൽ വരുന്നതുകൊണ്ട് ഈ പോട്ടോട് കൂടി തന്നെയാണ് നിങ്ങൾക്ക് പ്ലാന്റ്സ് അയച്ചു തരാനായിട്ടും പോകുന്നത്. അപ്പൊ നമുക്ക് സമയം കളയാതെ ഓരോ പ്ലാന്റ് ആയിട്ട് കാണാം. അപ്പൊ ഇതാണ് നമ്മളെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത്. ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഐഡിയ ഒന്നും പറഞ്ഞു തരാനായിട്ട് എനിക്ക് അറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഓരോ പ്ലാന്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കാം. അതിന്റെ കളർ ഷെയ്ഡൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ മനസ്സിലാവും. ആവശ്യമുള്ളവർ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ. അതാ ഈ ഒരു പ്ലാന്റ് ആണ് ആദ്യത്തേത്. ഇതാണ് സൈസ് വരുന്നത്. രണ്ടാമത്തെ പ്ലാന്റ് ഈ ഒരു വെറൈറ്റി ആണ്. ഈ ഒരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് തന്നെ ഒരു 2 പീസ് നമുക്ക് ഉണ്ട് കേട്ടോ. 2-3 പീസ് ഉണ്ട്. അതേ സെയിം പ്ലാന്റ് തന്നെ അടുത്തൊരു ഇതാണ്. ഇതാണ് നമ്മളെ രണ്ടാമത്തെ വെറൈറ്റി. അടുത്ത മൂന്നാമത്തെ ഈ ഒരു സൈസിൽ വന്നിട്ടുള്ള ഒരു പിങ്കും റെഡും ഷെയ്ഡൊക്കെ കയറി വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അടുത്തത് ഇത് നമ്മളെ ഹെങ്ങിന്റെ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസാണ് വരുന്നത്. ലീഫിലൊക്കെ നല്ല കളർ ഷെയ്ഡൊക്കെ കയറി വന്നിട്ടുള്ള ഹെങ്ങിന്റെ പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ ഗോൾഡൻ പപ്പായയുടെ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത്. അടുത്തത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ്. ഇത് നല്ല ഭംഗിയിലുള്ള ഒരു ഗ്രീൻ വെറൈറ്റി ആണ്. ഇത് ഒരൊറ്റ പീസേ ഉള്ള കേട്ടോ. അതാണ് അതിന്റെ കളർ ഷെയ്ഡ് വരുന്നത്. ഈ ഒരു സൈസാണ് വരുന്നത് പ്ലാന്റിന്. അടുത്ത നമ്മുടെ മെർലിന്റെ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസാണ് വരുന്നത്. ഇതൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളാം കേട്ടോ. പിന്നെ അടുത്തത് ഇങ്ങനെ ഒരു വൈറ്റും ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡും കൂടെ കയറി വന്നിട്ടുള്ള ഒരു ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ആണേ. ഇതാണ് നമ്മൾ അടുത്ത വെറൈറ്റി. ഈ ഒരു പ്ലാന്റ് ഒരു 2-3 പീസോളം ഉണ്ടേ. നല്ലൊരു വൈറ്റും ഒരു ഗ്രീനും ഷെയ്ഡ് കയറി വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. അതേ സെയിം പ്ലാന്റ് തന്നെ ഇവിടെ ഇരിപ്പുണ്ടേ. ഇതൊരു 3 പീസ് ഉണ്ട്. ഇത് വന്നിട്ട് ഇതിൽ ഒരു വൈറ്റ് ഒരുപാട് കയറി വന്നിട്ടില്ല. വൈറ്റ് കളർ കയറി വരുന്നതേ ഉള്ളൂ. മറ്റേതിൽ രണ്ടിലും നല്ല വൈറ്റ് ഉണ്ട് കേട്ടോ. അടുത്തത് ഈ ഒരു വെറൈറ്റി. ഇതൊരു 4 പീസോളം നമുക്കുണ്ട്. അതിന്റെ കളർ ഷെയ്ഡ് ഇങ്ങനെയാണ് വരുന്നത്. അതിന് സെയിം വേറൊരു പ്ലാന്റ് കൂടെ കാണിച്ചു തരാം. ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റിന് വരുന്നത്.
പ്ലാന്റ്സ് എല്ലാം സെയിം സൈസ് അല്ല, ചെറുത് വലുതും ചെറുത് ചെറുതും അങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ റേറ്റ് എല്ലാത്തിനും വന്നിട്ട് നമുക്ക് 230 രൂപയാണ് വരുന്നത്. ഇത്രയും പ്ലാന്റ്സ് ആണ് ഉള്ളത്. അപ്പൊ ഇതിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അതായത് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ടൈപ്പ് പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പൊ ഇതിൽ കാണിച്ച ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഇതിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് ഇടുക. പിന്നെ നമ്മൾ പ്ലാന്റ്സ് DTDC അല്ലെങ്കിൽ പ്രൊഫഷണൽ ഈ 2 കൊറിയറിൽ ഏതെങ്കിലും ഒരു കൊറിയർ വഴിയായിരിക്കും അയക്കുന്നത്. കൊറിയർ ചാർജ് പ്ലാന്റിന്റെ റേറ്റ് പോകാൻ നമുക്ക് എക്സ്ട്രാ വരും. പിന്നെ എല്ലാ വീഡിയോയിലും എടുത്ത് പറയുന്നതാണ്, ഇപ്പം നമ്മൾ DTDC ഒക്കെ കൊറിയർ ചാർജ് എടുക്കുന്നത് വെയിറ്റിനനുസരിച്ചിട്ട് മാത്രമല്ല, അവർക്ക് വോളിയോമെട്രിക് ആയിട്ടുള്ള വെയിറ്റിനനുസരിച്ചിട്ടുള്ള കൊറിയർ ചാർജ് കൂടെ അവർ എടുക്കുന്നുണ്ട്. അപ്പോൾ ബോക്സ് ചില സമയം നമുക്ക് 1 കിലോയ്ക്ക് താഴെ വെയിറ്റ് ഉള്ളൂ എങ്കിലും ബോക്സിന് സൈസ് ഉണ്ടെങ്കിൽ അതിന്റെ വോളിയം എടുത്തിട്ടുള്ള കൊറിയർ ചാർജ് ആയിരിക്കും എടുക്കുന്നത്. അപ്പം കൊറിയർ ചാർജ് ചിലപ്പോൾ നിങ്ങൾക്ക് ബോക്സ് കൈ കിട്ടുമ്പോഴത്തേക്ക് അതിന് 1 kg ഇല്ലെന്ന് തോന്നും. പക്ഷെ അതിന്റെ വോളിയോമെട്രിക് ആയിട്ടുള്ള ഇത് വെച്ചിട്ടാണ് കൊറിയർ ചാർജ് അവർ കണക്കാക്കുന്നത് കേട്ടോ. അപ്പം അത്രയാണ് പറയാനുള്ളത്. അപ്പൊ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് പെട്ടെന്ന് കളക്ട് ചെയ്തോളൂ. നല്ല ഹെൽത്തി ആയിട്ട് നല്ല റൂട്ടഡ് ആയിട്ടൊക്കെയുള്ള പ്ലാന്റ്സ് ആണ്. അപ്പൊ ആരും മിസ് ചെയ്യേണ്ട. അപ്പൊ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ പ്ലാന്റ്സ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.